Hello everyone. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ ആൻഡ് ഗവേണേഴ്സ്. ഏതൊക്കെ ടൈപ്പ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റം ആണ്, അതുപോലെ ഏതൊക്കെ ടൈപ്പ് ഗവേണേഴ്സ് ആണ് സാധാരണ വെഹിക്കിൾസിൽ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടൈപ്സ് ഓഫ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റം. There are two types of fuel injection system for diesel. ഒരു ഡീസൽ എഞ്ചിനിൽ രണ്ട് ടൈപ്പ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റം ആണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. അതിൽ ഒന്നാമത്തത് എയർ ബ്ലാസ്റ്റ് ഇഞ്ചക്ഷൻ സിസ്റ്റവും രണ്ടാമത്തത് മെക്കാനിക്കൽ ഇഞ്ചക്ഷൻ സിസ്റ്റവുമാണ്. ഫസ്റ്റ് വൺ, എയർ ബ്ലാസ്റ്റ് ഇഞ്ചക്ഷൻ സിസ്റ്റം. എന്താണ് എയർ ബ്ലാസ്റ്റ് ഇഞ്ചക്ഷൻ സിസ്റ്റം എന്നുള്ളത് നമുക്ക് നോക്കാം. In the air blast injection system, a high pressure air blast drives the fuel at a very high velocity into the cylinder where it is mixed with the compressor air in the cylinder and ignites. ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്തത് ഒരു പമ്പ് ഉപയോഗിച്ച് ഫ്യൂവലിനെ ഇഞ്ചക്ട് ചെയ്യുന്ന മെത്തേഡായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതൊന്നും എയർ ബ്ലാസ്റ്റ് ഇഞ്ചക്ഷൻ സിസ്റ്റത്തിൽ വരുന്നതല്ല. എയർ ബ്ലാസ്റ്റ് ഇഞ്ചക്ഷൻ സിസ്റ്റത്തിന്റെ പ്രത്യേകത അതിൽ വരുന്നത് ഒരു കംപ്രസർ എയറിന്റെ അല്ലെങ്കിൽ ഒരു കംപ്രസറിന്റെ സഹായത്തോട് കൂടിയിട്ട് ഫ്യൂവലിനെ ഇഗ്നിഷൻ ഇഞ്ചക്ഷൻ ചെയ്യിക്കുക എന്നുള്ളതാണ്. ഈ ഇഞ്ചക്ഷൻ ചെയ്യുന്ന സമയത്ത് ഫ്യൂവൽ ഒരു കംപ്രസർ എയറിന്റെ സഹായത്തോടു കൂടി സിലിണ്ടറിന്റെ ഉള്ളിലേക്ക് സ്പ്രേ ചെയ്യിക്കുന്ന ആ ഒരു മെത്തേഡിനെയാണ് എയർ ബ്ലാസ്റ്റ് ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തത് മെക്കാനിക്കൽ ഇഞ്ചക്ഷൻ സിസ്റ്റം. In mechanical fuel injection system, fuel is forced in from a mechanical fuel injection pump through injectors. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത സെയിം ആണ്. ഈ മെത്തേഡിനെയാണ് മെക്കാനിക്കൽ ഇഞ്ചക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു പമ്പിന്റെ സഹായത്തോടു കൂടി, ഒരു മെക്കാനിക്കൽ പമ്പിന്റെ സഹായത്തോടു കൂടി ഫ്യൂവലിനെ സിലിണ്ടറിന്റെ ഉള്ളിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്ന മെത്തേഡാണ് മെക്കാനിക്കൽ ഇഞ്ചക്ഷൻ സിസ്റ്റം. മെക്കാനിക്കൽ ഇഞ്ചക്ഷൻ സിസ്റ്റത്തിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. ഫസ്റ്റ് വൺ, എ ലോ പ്രഷർ ഫ്യൂവൽ സപ്ലൈ സിസ്റ്റം, ബി മെറ്ററിംഗ് ഇഞ്ചക്ഷൻ സിസ്റ്റം. രണ്ടായിട്ട് നമ്മൾ തിരിച്ചു മെക്കാനിക്കൽ ഇഞ്ചക്ഷൻ സിസ്റ്റം. ഫസ്റ്റ് വൺ ലോ പ്രഷർ ഫ്യൂവൽ സപ്ലൈ സിസ്റ്റം, സെക്കൻഡ് വൺ മെറ്ററിംഗ് ഇഞ്ചക്ഷൻ സിസ്റ്റം. All fuel supply systems use the same components, although the components vary in size and location within the system. അപ്പോൾ നമ്മൾ ഇതിൽ ലോ പ്രഷർ ഫ്യൂവൽ സപ്ലൈ സിസ്റ്റം അല്ലെങ്കിൽ മെറ്ററിംഗ് എന്ന് പറയുന്ന ഇഞ്ചക്ഷൻ സിസ്റ്റം തന്നെയാണ് ഹൈ പ്രഷർ ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റം. നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫ്യൂവൽ സിസ്റ്റത്തെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. അതിൻ്റെ കുറച്ച് കമ്പോണൻസ് ലോ പ്രഷർ സിസ്റ്റവും കുറച്ച് കമ്പോണൻസ് ഹൈ പ്രഷർ സിസ്റ്റത്തിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. അങ്ങനെ ലോ പ്രഷർ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നതാണ് ഫ്യൂവൽ ടാങ്ക്, ചെറിയ ഫ്യൂവൽ പമ്പ്, ദെൻ ഫ്യൂവൽ ഫിൽറ്റർ വരെയുള്ളത് ലോ പ്രഷർ സിസ്റ്റത്തിലും. അതിന് അപ്പുറത്തേക്ക് ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പും ഫ്യൂവൽ ഇഞ്ചക്ടേഴ്സും അടങ്ങുന്നതാണ് ഹൈ പ്രഷർ സിസ്റ്റം. ഇങ്ങനെ രണ്ടായിട്ട് കമ്പോണൻസിനെ തിരിക്കുന്നതാണ് രണ്ട് പ്രഷർ സിസ്റ്റംസ് പറഞ്ഞത്. ഒന്ന് ലോ പ്രഷർ ഫ്യൂവൽ സപ്ലൈ സിസ്റ്റവും രണ്ടാമത്തത് മെറ്ററിംഗ് ഇഞ്ചക്ഷൻ സിസ്റ്റവും. ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റം നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് എയർ ബ്ലാസ്റ്റ് ഇഞ്ചക്ഷൻ സിസ്റ്റം, മറ്റൊന്ന് മെക്കാനിക്കൽ ഇഞ്ചക്ഷൻ സിസ്റ്റം. അതിൽ മെക്കാനിക്കൽ ഇഞ്ചക്ഷൻ സിസ്റ്റത്തിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചു, ലോ പ്രഷർ ഫ്യൂവൽ സപ്ലൈ സിസ്റ്റം, ദെൻ മെറ്ററിംഗ് ഇഞ്ചക്ഷൻ സിസ്റ്റം. ഇനി എന്താണ് ലോ പ്രഷർ ഫ്യൂവൽ സപ്ലൈ സിസ്റ്റം എന്നുള്ളത് നോക്കാം. ദി ലോ പ്രഷർ ഫ്യൂവൽ സപ്ലൈ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് വൺ ഓർ മോർ ഫ്യൂവൽ ടാങ്ക്. ഒന്നോ അതിൽ കൂടുതലോ ഫ്യൂവൽ ടാങ്കുകൾ ഈ ലോ പ്രഷർ ഫ്യൂവൽ സപ്ലൈ സിസ്റ്റത്തിൽ ഉണ്ടാകും. എ ഫീഡ് പമ്പ്, ഒരു ഫീഡ് പമ്പ്, ദെൻ ഒരു ഫ്യൂവൽ ഫിൽറ്റർ, ഒരു ഹാൻഡ് പ്രൈമിംഗ് പമ്പ്, ഒരു ഓവർഫ്ലോ വാൾവ് ആൻഡ് റിട്ടേൺ ഓറിഫൈസ്. ഇത്രയും കമ്പോണൻസ് അടങ്ങിയതാണ് ഒരു ലോ പ്രഷർ ഫ്യൂവൽ സപ്ലൈ സിസ്റ്റം. ഇപ്പോൾ ഒരു വെഹിക്കിളിൽ ചിലപ്പോൾ ഒരു ഫ്യൂവൽ ടാങ്ക് മാത്രമല്ല ഉണ്ടാവുക, ചില വെഹിക്കിൾസിൽ രണ്ട് ഫ്യൂവൽ ടാങ്ക് ഉണ്ടാകും. അതുകൊണ്ടാണ് രണ്ട് ഫ്യൂവൽ ടാങ്ക് വരെ അല്ലെങ്കിൽ രണ്ടോ അതിൽ കൂടുതലോ ഉണ്ടാകും എന്ന് പറഞ്ഞത്. ഇതും അതിനുശേഷം ഫിൽറ്റർ വരെ എത്തുന്ന ഇത്രയും കമ്പോണൻസ് അടങ്ങിയതാണ് ലോ പ്രഷർ ഫ്യൂവൽ സപ്ലൈ സിസ്റ്റം. രണ്ടാമത്തെ ടൈപ്പാണ് മെറ്ററിംഗ് ഇഞ്ചക്ഷൻ സിസ്റ്റം. മെറ്ററിംഗ് ഇഞ്ചക്ഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഹൈ പ്രഷർ ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റം തന്നെയാണ്, അതിന്റെ മറ്റൊരു പേരാണ് മെറ്ററിംഗ് ഇഞ്ചക്ഷൻ സിസ്റ്റം. ഇറ്റ് കൺസിസ്റ്റ് പ്രൈമറിലി ഓഫ് ഇഞ്ചക്ഷൻ പമ്പ് ആൻഡ് ഇഞ്ചക്ടർ ആൻഡ് കാറ്റഗറൈസ്ഡ് ആസ് ബിലോ ഡിപെൻഡിങ് ഓൺ ദി മെറ്ററിംഗ് സിസ്റ്റം. നമ്മുടെ മെറ്ററിംഗ് സിസ്റ്റത്തിന്റെ കാറ്റഗറൈസേഷൻ അനുസരിച്ചിട്ട് നമുക്ക് വീണ്ടും മെറ്ററിംഗ് സിസ്റ്റത്തെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ഹൈ പ്രഷർ ഫ്യൂവൽ സിസ്റ്റത്തിലാണ് മെറ്ററിംഗ് ഇഞ്ചക്ഷൻ സിസ്റ്റം വരുന്നത്. അതിൽ ഉൾക്കൊള്ളുന്ന കമ്പോണൻസിൽ ഒന്നാണ് ഇഞ്ചക്ടറും മറ്റൊന്ന് ഇഞ്ചക്ഷൻ പമ്പുമാണ്. അപ്പോൾ ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പും ഇഞ്ചക്ടറും
അടങ്ങിയിട്ടുള്ള ഈ ഒരു സിസ്റ്റത്തെ പറയുന്നതാണ് മെറ്ററിംഗ് ഇഞ്ചക്ഷൻ സിസ്റ്റം. മെറ്ററിംഗ് ഇഞ്ചക്ഷൻ സിസ്റ്റത്തെ നമുക്ക് മൂന്നായി തിരിക്കാം. ഫസ്റ്റ് വൺ പമ്പ് കൺട്രോൾഡ് സിസ്റ്റം, സെക്കൻഡ് വൺ യൂണിറ്റ് ഇഞ്ചക്ടർ സിസ്റ്റം, തേർഡ് വൺ കോമൺ റെയിൽ സിസ്റ്റം. ഫസ്റ്റ് വൺ പമ്പ് കൺട്രോൾഡ് സിസ്റ്റം. This is operated with a high pressure plunger and a metering mechanism. പമ്പ് കൺട്രോൾഡ് സിസ്റ്റത്തിൽ ഒരു ഹൈ പ്രഷർ പ്ലഞ്ചറും അതേപോലെ ഒരു മെറ്ററിംഗ് മെക്കാനിസം കൂടി ഇൻക്ലൂഡ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് പമ്പ് കൺട്രോൾഡ് സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തതിനോട് ഏകദേശം സാമ്യമാണ്. ഹൈ പ്രഷർ ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പും അതുപോലെ തന്നെ ഒരു പ്ലഞ്ചറും അതിലുണ്ടാകും. ഈ പ്ലഞ്ചർ ഫ്യൂവലിനെ സപ്ലൈ ചെയ്യുന്നു ഇഞ്ചക്ടറിലൂടെ. ഈ ഒരു മെക്കാനിസമാണ് പമ്പ് കൺട്രോൾഡ് സിസ്റ്റം. യൂണിറ്റ് ഇഞ്ചക്ടർ സിസ്റ്റം. This system is similar to the pump controlled system except that the high pressure pumping and metering mechanism are integral part of fuel injector. ഇതിന്റെ പ്രത്യേകത ഒരു സെപ്പറേറ്റ് പമ്പ് ഉണ്ടാവില്ല. പമ്പ് ഇന്റഗ്രേറ്റഡ് പാർട്ട് ഓഫ് ഇഞ്ചക്ടർ ആണ്. ഇഞ്ചക്ടറും പമ്പും രണ്ട് ഡിവൈസ് ആയിട്ടല്ല യൂണിറ്റ് ഇഞ്ചക്ടർ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നത്. ഓരോ ഇഞ്ചക്ടറും പമ്പുകളും ഒറ്റ ഇന്റഗ്രേറ്റഡ് പാർട്ടായിട്ടായിരിക്കും ഉണ്ടാവുക. ഇപ്പം 4 സിലിണ്ടർ ഉണ്ടെങ്കിൽ 4 സിലിണ്ടറിലേക്കും 4 ഇഞ്ചക്ടർ ഉണ്ടാകും. ആ ഇഞ്ചക്ടറിലേക്ക് ഇന്റഗ്രേറ്റഡ് പാർട്ടായിട്ട് പമ്പും ഫിറ്റ് ചെയ്തിട്ടുണ്ടാകും. ഇങ്ങനെയാണ് യൂണിറ്റ് ഇഞ്ചക്ടർ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. മൂന്നാമതൊന്നാണ് കോമൺ റെയിൽ സിസ്റ്റം. കോമൺ റെയിൽ സിസ്റ്റത്തിൽ ദിസ് ടൈപ്പ് ഓഫ് സിസ്റ്റം യൂസസ് എ ഹൈ പ്രഷർ ഫ്യൂവൽ പമ്പ് ദാറ്റ് ഈസ് കണക്റ്റഡ് ടു എ കോമൺ ഫ്യൂവൽ റെയിൽ. ഇതിലൊരു കോമൺ ഫ്യൂവൽ റെയിൽ ഉണ്ടാകും. നമ്മൾ നിലവിലുള്ള CRDI എൻജിൻസിലേക്ക് ഉപയോഗിക്കുന്നത് CRDI, അതിന്റെ ഫുൾ ഫോം കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ സിസ്റ്റം എന്നാണ്. ഇവിടേക്ക് ഉപയോഗിക്കുന്നത് ഒരു കോമൺ റെയിലാണ്. ഒരു പമ്പ് ഉണ്ടാകും. ഈ പമ്പിന്റെ ഔട്ട്ലെറ്റ് പോകുന്നത് ഒരു കോമൺ റെയിലിലേക്കാണ്. ഈ കോമൺ റെയിലിൽ നിന്നും അതിനെ വീണ്ടും സെപ്പറേറ്റ് ചെയ്ത് സെപ്പറേറ്റ് സിലിണ്ടറിലേക്ക് ഇഞ്ചക്ടേഴ്സ് വഴി ഫ്യൂവലിനെ സപ്ലൈ ചെയ്യും. ഇങ്ങനെയൊരു സിസ്റ്റത്തെ പറയുന്ന പേരാണ് കോമൺ റെയിൽ സിസ്റ്റം. ഈച്ച് സിലിണ്ടർ ഫ്യൂവൽ ഇഞ്ചക്ടർ ഈസ് കണക്റ്റഡ് ടു ദി കോമൺ ഫ്യൂവൽ റെയിൽ. ഓരോ സിലിണ്ടർ ലൈനും കോമൺ ഫ്യൂവൽ ലൈനുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാകും. ദെൻ നെക്സ്റ്റ് ഗവേർണേഴ്സ്. ഒരു വെഹിക്കിൾ ഉപയോഗിക്കുന്ന സ്പീഡ് ഗവേർണേഴ്സ് ഏതൊക്കെയാണെന്ന് എന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, എന്താണ് ഗവേർണേഴ്സ്? ദി ഗവേർണർ ഈസ് എ ഡിവൈസ് ഫോർ ഹോൾഡിംഗ് എനി സ്പീഡ് സ്റ്റഡി ബിറ്റ്വീൻ ഐഡലിംഗ് ആൻഡ് മാക്സിമം സ്പീഡ്. ഒരു വണ്ടിയെ, ഒരു വെഹിക്കിളിനെ ഒരു മാക്സിമം സ്പീഡിലേക്കോ അല്ലെങ്കിൽ ഒരു ഐഡലിംഗ് സ്പീഡിലേക്കോ അതിന്റെ ഇടയിൽ ഇതിനെ കീപ്പ് ചെയ്യുന്നതിനെ, അതിനെ കൺട്രോൾ ചെയ്യുന്നതിനെയാണ് ഗവേർണേഴ്സ് എന്ന് പറയുന്നത്. ഈ ഒരു എക്യുപ്മെന്റ് ആണ് ഗവർണർ. ദ ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പ് ഓപ്പറേറ്റ്സ് ഇൻ കൺജങ്ഷൻ വിത്ത് എ ഗവർണർ. ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പിന്റെ വർക്കിംഗ് നമ്മൾ പറഞ്ഞപ്പോൾ അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ഒരു കൺട്രോൾ റാക്കിന്റെ കാര്യം. ഈ കൺട്രോൾ റാക്കിന്റെ എൻഡ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ഗവർണറിലേക്കാണ്. ഗവർണറുകളാണ് കൺട്രോൾ റാക്കിനെ കൺട്രോൾ ചെയ്യുന്നത്. കൺട്രോൾ റാക്ക് കൺട്രോൾ ചെയ്യുന്നതിലൂടെയാണ് ഫ്യൂവലിന്റെ ക്വാണ്ടിറ്റി നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഗവർണർ വർക്ക് ചെയ്യുന്നതിലൂടെ ഫ്യൂവലിന്റെ ക്വാണ്ടിറ്റി നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു. ഫ്യൂവലിന്റെ ക്വാണ്ടിറ്റി കൺട്രോൾ ചെയ്യുന്നതിലൂടെ നമുക്ക് വെഹിക്കിളിന്റെ സ്പീഡ് അതുപോലെ ലോഡ് കാര്യങ്ങളെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു. ഇങ്ങനെയാണ് ഗവർണർ ഒരു വെഹിക്കിളിൽ വർക്ക് ചെയ്യുന്നത്. ഗവർണർ തന്നെ നമുക്ക് വീണ്ടും പല ടൈപ്പുകളായിട്ട് തിരിക്കാൻ പറ്റും. First one mechanical governor, second one pneumatic governor, third one servo or hydraulic governor. അതിൽ ഒന്നാമതാണ് മെക്കാനിക്കൽ ഗവർണർ. മെക്കാനിക്കൽ ഗവർണേഴ്സ് ഹാവ് സ്പീഡ് മെഷറിംഗ് മെക്കാനിസം ആൻഡ് ഫ്യൂവൽ കൺട്രോളിംഗ് മെക്കാനിസം ആക്ച്വേറ്റഡ് ബൈ മെക്കാനിക്കൽ അറേഞ്ച്മെന്റ്. ഒരു മെക്കാനിക്കൽ അറേഞ്ച്മെന്റിന്റെ സഹായത്തോടു കൂടി സ്പീഡ് മെഷർ ചെയ്യുന്ന മെക്കാനിസമാണ് മെക്കാനിക്കൽ ഗവർണർ. ഇവിടെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് മെക്കാനിക്കൽ ഗവർണർ വർക്ക് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് മെക്കാനിക്കൽ ഗവർണറിന്റെ ഒരു ഫിഗർ കാണാൻ പറ്റും. ഈ ഫിഗറിൽ നമുക്ക് ഒരു ബോൾസ് കാണാം. 1 എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളതാണ് ഫ്ലൈ വെയ്റ്റ്സ് അല്ലെങ്കിൽ ഫ്ലൈ ബോൾസ് എന്ന് പറയും. സ്പീഡ് കൂടുന്ന സമയത്ത് ഫ്ലൈ ബോൾസ് അതിന്റെ സെന്ററിൽ നിന്നും ഡിസ്റ്റൻസ് കൂടി മുകളിലേക്ക് ഉയരുന്നു. ഈ ഉയരുന്നതിനനുസരിച്ചിട്ട് സെന്ററിലുള്ള ഷാഫ്റ്റിന് ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുന്നു. ഈ ഡിസ്പ്ലേസ്മെന്റ് മൂലം കൺട്രോൾ റാക്കിന് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നു. ഇങ്ങനെ കൺട്രോൾ റാക്കിനെ കൺട്രോൾ ചെയ്യുന്നത് മൂലം നമുക്ക് ഫ്യൂവലിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു, വെഹിക്കിളിന്റെ സ്പീഡിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു. ഇങ്ങനെയാണ് മെക്കാനിക്കൽ ഗവർണർ വർക്ക് ചെയ്യുന്നത്. മെക്കാനിക്കൽ ഗവർണറിന്റെ അല്ലെങ്കിൽ ഫ്ലൈ ബോൾ ഗവർണറിന്റെ വർക്കിംഗ് ആണ് ഇവിടെ കാണുന്നത്. ഇവിടെ നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം ഇപ്പോൾ റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 1120 അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്പീഡ് കാണാൻ പറ്റും.
ദെൻ നമുക്ക് വേറൊരു ഓപ്ഷൻ ഉള്ളത് ലോ ലോഡ്, വർക്കിംഗ് ലോഡ്, ഹൈ ലോഡ്, 3 ലോഡ്. ഇപ്പോൾ ഹൈ ലോഡിലാണ് ഇപ്പോൾ കിടക്കുന്നത്, ഹൈ ലോഡ്. ദെൻ അതിനെ നമുക്ക് ലോ ലോഡിലേക്ക് ചേഞ്ച് ചെയ്യാം. ലോ ലോഡിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ മെക്കാനിക്കൽ ലിങ്കേജ് മുകളിലേക്ക് ഉയർന്നതായിട്ട് കണ്ടില്ലേ, മുകളിലേക്ക് ഉയരും. മുകളിലേക്ക് ഉയർന്നു കഴിയുമ്പോൾ ലോ ലോഡിൽ ഹൈ സ്പീഡാണ്, റൊട്ടേഷൻ സ്പീഡ് ഇപ്പോൾ 2645 ആ ഒരു റേഞ്ചിലാണുള്ളത്. ദെൻ അവിടെ നിന്നിട്ട് നമ്മളതിനെ ഹൈ ലോഡിലേക്ക് മാറ്റിയപ്പോൾ അവിടെ റൊട്ടേഷൻ സ്പീഡ് കുറഞ്ഞു, 1500 റൊട്ടേഷൻ സ്പീഡിലേക്ക് കുറഞ്ഞു. ആ സമയത്ത് നമുക്ക് ലോഡ് കൂടുതലാണ്, കൂടുതൽ ഫ്യൂവൽ വേണം. ആ സമയത്ത് ത്രോട്ടിൽ വാൾവ് കൂടുതലായിട്ട് ഓപ്പൺ ആയി. ദെൻ നമ്മൾ ഹൈ ലോഡിൽ നിന്നും ലോ ലോഡിലേക്ക് അല്ലെങ്കിൽ വർക്കിംഗ് ലോഡിലേക്ക് കൊടുക്കുകയാണ്. വർക്കിംഗ് ലോഡ് എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം സ്റ്റേറ്റിലാണ്. ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ ഒരു സ്പീഡ് ഉണ്ട്, ഇക്വിലിബ്രിയം സ്പീഡ്. ആ സ്പീഡിൽ ഇത് ഫുള്ളി ഓപ്പണിംഗ് അല്ല, ഫുള്ളി ക്ലോസ്ഡും അല്ല, ആ ഒരു സ്റ്റേറ്റിലാണ് ത്രോട്ടിൽ വാൾവ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഏകദേശം 2000 RPM സ്പീഡിലാണ് ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ ഓരോ പാർട്ടുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഈ കാണുന്നതാണ് വെയിറ്റ്. രണ്ടാമത്തേത് ആംസ്, ഫ്ലൈ ബോളിൻ്റെ ആംസ് ആണ് ഈ കാണുന്നത്. മൂന്നാമത്തെ സ്പിൻഡിൽ, ഈ സ്പിൻഡിലാണ് മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യുന്നത്. ദെൻ ലിങ്കിലൂടെയാണ് വെയിറ്റുകൾ മൂവ് ചെയ്യുന്നത്. ഗ്രൂവ്ഡ് കോളർ, ഈ കോളറാണ് സ്പിൻഡിലിൻ്റെ കൂടെ മൂവ് ചെയ്യുന്നത്. ഫോർക്ക്. ദെൻ ബെവൽ ഗിയർ ഡ്രൈവ്, ഇതിലേക്കുള്ള ഡ്രൈവ് കിട്ടുന്ന അവിടെ നിന്നാണ്. ഫ്ലൈ വീല്. ദെൻ പുള്ളി ബെൽറ്റ്, ഓപ്പറേറ്റിംഗ് റോഡ്, ഹൈ പ്രഷർ സ്റ്റീം, ത്രോട്ടിൽ വാൾവ്. ഇവിടെ സ്റ്റീം എന്ന് കാണിച്ചിട്ടുള്ളത് അത് എഞ്ചിൻ്റെതല്ല, വേറൊരു മെഷീനറിയിൽ ഉപയോഗിക്കുന്ന ഗവർണർ ആയതുകൊണ്ടാണ്. ഇതേ സെയിം മെക്കാനിസം ആണ് എഞ്ചിനിൽ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ലോ ലോഡാണ്, സ്പീഡ് കൂട്ടി. ഇപ്പോൾ ഹൈ ലോഡ് കൊടുത്തു, സ്പീഡ് കുറഞ്ഞ സമയത്ത് ഫ്ലൈ ബോൾ താഴേക്ക് പോകുന്നു. ആ സമയത്ത് ത്രോട്ടിൽ വാൾവ് കൂടുതൽ ഓപ്പൺ ആണ്, ഹൈ ലോഡാണ്, നമുക്ക് കൂടുതൽ ഫ്യൂൽ വേണം. ദെൻ നമ്മുടെ ലോഡ് കുറഞ്ഞു, സ്പീഡ് കൂടി, ഫ്യൂൽ കുറച്ച് മതി, ത്രോട്ടിൽ വാൾവ് ക്ലോസ്ഡ് ആയി. നമ്മളൊരു നൂലിൽ ഒരു ബോൾ കെട്ടിയിട്ട് കറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ കുറഞ്ഞ സ്പീഡിൽ കറക്കി കഴിയുമ്പോൾ ആ നൂലിലും ബോളും താഴേക്ക് നിൽക്കും. നമ്മൾ നല്ല സ്പീഡിൽ കറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഏകദേശം 90 ഡിഗ്രി ഉയരത്തിൽ അത് റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ആ ഒരു സെൻട്രിഫ്യൂഗൽ മെക്കാനിസം, ആ ഒരു തിയറി ഉപയോഗിച്ചിട്ടാണ് സെൻട്രിഫ്യൂഗൽ ഗവർണേഴ്സ് അല്ലെങ്കിൽ ഫ്ലൈ ബോൾ ഗവർണേഴ്സ് വർക്ക് ചെയ്തത്. Second one, pneumatic governor. Pneumatic governor, in this type of a governor, the fuel control rack is actuated by joint effort of the atmospheric pressure. Atmospheric pressure ന്റെ joint effortോട് കൂടിയിട്ടാണ് ഈ ഒരു pneumatic governor വർക്ക് ചെയ്യുന്നത്. Governor spring and allow pressure chamber connected through the tube to the auxiliary venturi. നമ്മുടെ ഓക്സിലറി വെഞ്ചറിൽ നിന്നും ഒരു പൈപ്പ് നമ്മുടെ ഗവർണറിലേക്ക് അല്ലെങ്കിൽ അതിന്റെ പ്രഷർ ചേംബറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാകും. ഈ പ്രഷർ ചേംബറിലേക്ക് എത്തുന്നതോട് കൂടിയിട്ട് അവിടെയുള്ള റാക്ക് വർക്ക് ചെയ്യുന്നു, റാക്കിന് ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുന്നു. ഈ ഡിസ്പ്ലേസ്മെന്റ് മൂലം നമുക്ക് കൺട്രോൾ റാക്ക് വർക്ക് ചെയ്യിക്കാൻ പറ്റുന്നു. കൺട്രോൾ റാക്കിന്റെ ഡിസ്പ്ലേസ്മെന്റ് മൂലം ഫ്യൂവലിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു. ഇങ്ങനെയാണ് ന്യൂമാറ്റിക് ഗവർണർ വർക്ക് ചെയ്യുന്നത്. ന്യൂമാറ്റിക് ഗവർണറിന്റെ ഫിഗർ ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇവിടെ എയർ ഇൻടേക്ക് എടുക്കുന്നതിൽ ഒരു ബട്ടർഫ്ലൈ വാൾവിലൂടെയാണ്. ബട്ടർഫ്ലൈ വാൾവിന്റെ ഓപ്പണിങ്ങിനനുസരിച്ചിട്ട് എയറിന്റെ പ്രഷർ, എയറിന്റെ ക്വാണ്ടിറ്റി നമ്മുടെ കംപ്രഷൻ ചേംബറിന്റെ ഉള്ളിലേക്ക് കിടക്കുന്നു. ഈ കംപ്രഷൻ ചേംബറിന്റെ ഉള്ളിൽ എത്തുമ്പോൾ അവിടെ ഒരു സ്പ്രിംഗ് ഉണ്ട്, ഒരു ഡയഫ്രം ഉണ്ട്. ഈ ഡയഫ്രം ഈ കംപ്രഷൻ പ്രഷർ കാരണം, ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കാരണം ഡയഫ്രത്തെ തള്ളുന്നു. ദെൻ കൺട്രോൾ റാക്കിന്റെ വർക്കിംഗ് നമുക്ക് അവിടെ സാധ്യമാക്കുന്നു. ഇത് ആക്സിലേറ്റർ പെഡലുമായിട്ട് ബന്ധമുണ്ട്. ആക്സിലേറ്റർ പെഡലുമായിട്ടാണ് ഇത് കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ ഒരു ലിങ്കേജ് നിങ്ങൾക്ക് മുകളിൽ കാണാൻ സാധിക്കും. In servo type of governors, the fuel controlling mechanism is actuated by hydraulic action. Hydraulic actionന്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഹൈഡ്രോളിക് ഗവർണർ വർക്ക് ചെയ്യുന്നത്. This of governor reduces the effort required to move the fuel control device, since a small force is necessary to move governor control mechanism. മെക്കാനിക്കൽ ഗവർണർ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കുള്ള ആ ഒരു ബുദ്ധിമുട്ട്, ആ ഒരു എഫേർട്ട് ഈ ഒരു ഹൈഡ്രോളിക് ഗവർണർ വർക്ക് ചെയ്യിക്കുന്നതിലൂടെ, അതിന്റെ വർക്കിങ്ങിലൂടെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഹൈഡ്രോളിക് എന്ന് പറയുന്നത് ഓയിൽ ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫ്ലൂയിഡിന്റെ പ്രഷർ മൂലമാണ് ഇതിലെ കമ്പോണൻസ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മെക്കാനിക്കൽ എഫേർട്ട് വളരെയധികം കുറയ്ക്കാൻ നമുക്ക് ഹൈഡ്രോളിക് ഗവർണേഴ്സ് ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ടൈപ്സ് ഓഫ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റവും അതുപോലെ ഗവർണേഴ്സുമാണ്.
ടൈപ്സ് ഓഫ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റത്തിലെ വിവിധ തരങ്ങളായിട്ടുള്ള ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റംസ് നമ്മൾ പഠിച്ചു. അതുപോലെ ഗവേണേഴ്സ് 3 ടൈപ്പ് ഗവേണേഴ്സും പഠിച്ചു. നിങ്ങൾക്ക് പറഞ്ഞതെല്ലാം ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.